നിരീശ്വരവാദി ആയതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് രണ്ട് വ്യക്തിത്വമായി ജീവിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പം അത് തരുന്ന ഒരു ഭീകരമായ സന്തോഷം, സമാധാനം, കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യമാണ്, ഭീകരമായ ബയാസുകളുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഏതൊരാളെ കണ്ടാലും അയാളുടെ പേര് വെച്ചോ ഏതെങ്കിലും രീതിയിൽ അയാൾ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാൾക്ക് മേലൊരു സുപ്പീരിയോറിറ്റി ഫീലിങ്ങിൽ ഞാനിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. ജെൻഡറിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾ എന്നും പുരുഷന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടത്. എഡ്യൂക്കേഷൻ, നോളജ് അച്ചീവ് ചെയ്യുന്ന മേഖലകളിലാണെങ്കിൽ പോലും ഈ ബയാസുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ജെൻഡർ നോക്കാതെയും അയാളുടെ റിലീജിയൻ നോക്കാതെയും റേസ് നോക്കാതെയും ഓപ്പണായി മുൻവിധികളില്ലാതെ മുൻധാരണകളില്ലാതെ ഒരു വ്യക്തിയോട് ഇടപെടാൻ കഴിയുന്നുണ്ട്. പിന്നുള്ളതാണ് ഭയം ഇല്ലാതായൊരു അവസ്ഥ. ഭയം എന്ന് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളോടും ഭയമുണ്ട്, പക്ഷേ പാപത്തിനോടുള്ള ഭയം. ഓരോ നിമിഷവും പേടിയുടെ പുറത്ത് ഇങ്ങനെ ജീവിക്കുക, ആ ഒരു ജീവിതത്തിൽ നിന്നും മാറ്റം ഉണ്ടായി. പിന്നീടുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്വസ്റ്റ്യനിങ്. പണ്ടൊക്കെ എനിക്ക് ചില കാര്യങ്ങളെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ദൈവവിശ്വാസത്തെ അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാനേ പേടിയാണ്. പക്ഷെ ഞാൻ ഈ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തിയതിന് ശേഷം എന്തൊരു കാര്യത്തിനാണ് അൺലിമിറ്റഡ് ആയിട്ട് എന്തിനേയും ടു എനി എക്സ്റ്റെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെക്കുറിച്ച് ബയാസുകളില്ലാതെ ന്യൂട്രലായിട്ട് നിന്നിട്ട് ചിന്തിക്കാനും പുതിയ പല ആൾക്കാരെയും, വ്യത്യസ്തമായി ചിന്തിക്കുന്ന, നമ്മളെ ചലഞ്ച് ചെയ്യുന്ന തരം ആൾക്കാർ, അങ്ങനെ ഇതുവരെ അറിയാത്ത ലോകത്തിൻ്റെ പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരെ ഇത് ത്രൂ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു 3 വേർഡ്സിൽ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ വന്നു ചേരുമെന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, ഫ്രീഡം.